ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 18. സ്നാപകൻ്റെ ജനനം. റോസാപുഷ്പങ്ങളിൽ നിന്ന് നല്ല സൗരഭ്യം പ്രസരിക്കുന്നു. സ്വർണ്ണപ്പൊട്ടുകൾ പോലെ തേനീച്ചകൾ പാറിപ്പറക്കുന്നു. മേരിയും എലിസബത്തും കൈകോർത്ത് നടക്കുന്നു. മുന്തിരിയുടെ വള്ളിക്കുടലിലൂടെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എലിസബത്തിന് ക്ഷീണമായി. നടക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നിന്റെ പ്രാക്കളെല്ലാം കൂട്ടിൽ കയറിയോ എന്ന് നോക്കിയിട്ട് വരാം. അവർ മുന്തിരിയുടെ പച്ചപ്പരവതാനിക്കിടയിലൂടെ നടന്ന് ഒരു ഗോപുരത്തിനടുത്തെത്തി. അതിൻ്റെ അറകളിൽ പ്രാവുകൾ കൂടുകൂട്ടിയിരിക്കുന്നു. മേരി അവയ്ക്ക് ധാന്യങ്ങൾ വിതറിക്കൊടുക്കുന്നു. അവ ചിറകടിച്ച് മേരിയുടെ ചുറ്റിലും തോളിലുമൊക്കെ പറന്നു കളിക്കുന്നു. അവർ വീണ്ടും നടന്ന് വൃക്ഷത്തോട്ടത്തിനടുത്തെത്തി. എലിസബത്ത് പറയുന്നു, എനിക്ക് വീണ്ടും വേദന അനുഭവപ്പെടുന്നു. എൻ്റെ സമയം ഒരു പക്ഷേ എത്തിയതാവാം. മേരി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പ്രസവവേദന സന്തോഷത്തിൽ പര്യവസാനിക്കുന്നത് വരെ എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ നിന്നെ താങ്ങിക്കൊള്ളാം. രണ്ടുപേരും നടന്ന് വീട്ടിൽ പ്രവേശിക്കുന്നു. എലിസബത്ത് അവളുടെ മുറിയിലേക്ക് പോകുന്നു. കാര്യങ്ങൾ യഥാസമയം വേണ്ട വിധം നടത്താൻ അറിയുന്ന മേരി വേണ്ട നിർദ്ദേശങ്ങൾ ഓരോരുത്തർക്കും കൊടുക്കുന്നു. പ്രസവ സമയത്തേക്ക് ആവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഒരുക്കി വയ്ക്കുന്നു. അതേസമയം ഉത്കണ്ഠാകുലനായ സക്കറിയാസിനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ആ വീട്ടിൽ ആ രാത്രിയിൽ ആരും ഉറങ്ങുന്നില്ല. ശബ്ദം കേൾക്കാം. മേരി പ്രാർത്ഥിക്കുന്നു. തീക്ഷ്ണതയോടെ മുട്ടുകുത്തി നിന്ന് കൈകൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നു. സാറ വന്ന് മേരിയെ വിളിക്കുന്നു. എൻ്റെ സ്വാമിനി, നിന്നെ കാണണമെന്ന് പറയുന്നു. ഞാൻ വരുന്നു. മേരി കോവണിപ്പടി കയറി എലിസബത്തിൻ്റെ മുറിയിലെത്തുന്നു. ഓ മേരി, മേരി, എന്തൊരു വേദന, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മേരി എലിസബത്തിനെ തലോടുകയും ചുംബിക്കുകയും ചെയ്യുന്നു. മേരി, എൻ്റെ കൈകൾ നിൻ്റെ ഉദരത്തിന്മേൽ ഞാൻ വയ്ക്കട്ടെ. ചുളിവ് വീണ നീർക്കെട്ടുള്ള ആ രണ്ടു കരങ്ങളും എടുത്ത് മേരി തൻ്റെ ഉദരത്തിന്മേൽ വെച്ച് അമർത്തി പിടിക്കുന്നു. മേരി താണസ്വരത്തിൽ പറയുന്നു, ഈശോ ഇവിടെയുണ്ട്. അവൻ നിന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഈശോ പറയുന്നത് എനിക്ക് കേൾക്കാം. അല്പം വേദന മാത്രം. അത് കഴിയുമ്പോൾ സൂര്യൻ്റെ ആദ്യത്തെ കിരണങ്ങളോടൊത്ത് വിരിയാൻ വെമ്പുന്ന അനേകം റോസാമുട്ടുകളോടൊപ്പം ഈ ഭവനത്തിലെ ഏറ്റവും വിശിഷ്ടമായ റോസാപ്പൂ വിരിയും. അതാണ് ജോൺ, എൻ്റെ മുൻഗാമി. പ്രഭാതം പൊട്ടിവിടരുന്നു. മേരി നിലം പറ്റിയ താണ് നിത്യപിതാവിനെ വിളിച്ചപേക്ഷിക്കുന്നു. സക്കറിയാസ് കയറി വരുന്നു. മേരിയുടെ പ്രാർത്ഥന കണ്ട് അദ്ദേഹം കരയുന്നു. മേരി എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ പിടിച്ച് ആശ്വസിപ്പിക്കുന്നത് കണ്ടാൽ അവൾ ആശ്വാസരഹിതനായ ആ ആത്മാവിൻ്റെ അമ്മയാണെന്ന് തോന്നിപ്പോകും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ സന്തോഷ വാർത്ത അവർക്ക് ലഭിക്കുന്നത്. അവൻ ജനിച്ചു, അവൻ ജനിച്ചു. നല്ല സന്തോഷാശ്രുക്കൾ റോസാ കൊണ്ട് പോലെ സുന്ദരനായ ശിശുവിനെ വാഴ്ത്തുന്നു. സൂര്യനെ പോലെ ശോഭിക്കുന്ന ഗ്രഹത്തിനായി ശിശുവിനെ അവൻ്റെ പക്കലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. സക്കറിയാസ് കുഞ്ഞിനെ കരങ്ങളിലെടുക്കുന്നു. മേരി എലിസബത്തിൻ്റെ അടുത്തേക്ക് ഓടുന്നു. റോസാപ്പൂ വിടർന്നു. സക്കറിയാസിന് സന്തോഷമായി.